നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് എത്തില്ല. തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കില്ലെന്നാണ് സൂചന. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷറോണ റോയ് എന്നിവർ പട്ടികയിൽ മൂന്നാമതൊരാളെ കൂടി പരിഗണിക്കുന്നതായി സൂചനയുണ്ട്. ആർ ശ്രീത്ത് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീത്ത്, ഇനിയിപ്പോൾ പ്രചരണത്തിനുമൊക്കെ അധിക സമയമില്ല. അതുമാത്രമല്ല, LDFന് ഒരു സ്ഥാനാർത്ഥി അവിടെ കിട്ടാനില്ല എന്ന തരത്തിൽ UDFും കോൺഗ്രസും ഒക്കെ പ്രചരണം നടത്തുമ്പോൾ എപ്പോഴത്തേക്ക് LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം? ശ്രീത്ത്. ഹാഷ്മി, നാളെ ഉച്ചയോടുകൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകും. അത് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ രാവിലെ 10 മണിക്ക് ചേരും. മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗത്തിൽ ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തീരുമാനമാകും. ഔദ്യോഗിക പ്രഖ്യാപനം ഒരുപക്ഷെ 3:30 നടക്കുന്ന LDF നേതൃയോഗത്തിന് ശേഷമായിരിക്കും ഉണ്ടാകുക. LDF കൂടി ഇതിന്റെ ഒരു അവതരിപ്പിച്ച അക്കാര്യം ഒരു അംഗീകാരം വാങ്ങുന്ന ഒരു നടപടിക്രമം കൂടി ബാക്കിയുണ്ടാകും. അതുകൊണ്ടാണ് LDF യോഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം എന്ന് പറയുന്നത്. എന്തായാലും ഉച്ചയോടുകൂടി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തും. എന്തായാലും ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. CPIMന്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന സംഘടനാ ചുമതലക്കാരനാണ് എം സ്വരാജ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ അദ്ദേഹത്തിന് സംഘടനാ ചുമതല ഉള്ളതുകൊണ്ട് തന്നെ മത്സരിപ്പിക്കാൻ സാധ്യതയില്ല. വ്യക്തിപരമായി എം സ്വരാജിനും മത്സരിക്കാൻ താല്പര്യമില്ല എന്നാണ് നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ മറ്റു പേരുകളിലേക്കാണ് CPIM പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഈ വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് ഉള്ള അംഗമായ ഷെറോണ റോയ് ആണ്. അവർ അവിടെ UDFന്റെ ഡിവിഷനിൽ നിന്നാണ് അട്ടിമറി ജയം നേടി വന്നത്. അപ്പോൾ അവർക്ക് ഒരു സാധ്യതയുണ്ട് എന്ന് CPIM കാണുന്നു. ഇതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി നേരത്തെ 2011 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ നിലമ്പൂരിൽ മത്സരിച്ച തോമസ് മാത്യു എന്നീ അദ്ദേഹത്തിന്റെ പേരും സജീവമായുണ്ട്. ഇതല്ലാതെ മറ്റു ചില പേരുകൾ കൂടി പാർട്ടി നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട് എന്ന് പറയുന്നെങ്കിലും അത് ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. നാളത്തെ സെക്രട്ടറി യോഗത്തോടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതുവരെ കാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്താണ് എന്നും CPIM സശ്രദ്ധ നിരീക്ഷിക്കുന്നുണ്ട്. കാരണം അൻവർ തനിച്ച് മത്സരിക്കുമോ? അപ്പോൾ അൻവർ തനിച്ച് മത്സരിക്കുന്ന സാഹചര്യം കൂടി നോക്കിയാകും ഒരു തീരുമാനത്തിലേക്ക് വരിക. അൻവർ തനിച്ച് മത്സരിക്കുകയാണെങ്കിൽ ആ സാഹചര്യത്തെ കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി, അതാണ് CPIM ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആർ ശ്രീത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് എത്തില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട്. പകരം സ്ഥാനാർത്ഥി ആര് എന്നതിൽ LDFലും CPIMലും ഒക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. യു ഷറഫ് അലിയുടെ പേരും ഷറോണയുടെ പേരും, ഷറോണ റോയ് ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, എന്നിവർ പട്ടികയിൽ മുൻപന്തിയിലുണ്ട്. ഇതൊന്നുമല്ലാത്ത മൂന്നാമതൊരാൾ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.